വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഫേസ് ഫോട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമ്മൾ ആദ്യം തന്നെ ഫിറ്റിൻ്റെ ഫൗണ്ടേഷൻ ലിക്വിഡ് ഇടാണ്. ഓക്കെ, കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ. ഞാൻ ഇച്ചിരി എടുക്കാറുള്ളൂ. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഫൗണ്ടേഷൻ പൗഡറാണ് കേട്ടോ. നമുക്ക് ഫൗണ്ടേഷൻ പൗഡർ ഇട്ട് കൊടുക്കാം. ഈ ഫൗണ്ടേഷൻസ് ഞാൻ ഇപ്പോൾ ഇച്ചിരി ഇടാറുള്ളൂ. ഇങ്ങനെ ഫൗണ്ടേഷൻ പൗഡറൊന്നും അധികം ഇടുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഗ്ലോവിനെസ്റ്റ് ഇഷ്ടമാണ്, പക്ഷേ ഫൗണ്ടേഷൻ പൗഡർ അത്ര ഇഷ്ടമല്ല. ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. അടുത്ത നമ്മുടെ പിരികെ ഇടാൻ പോവാണ്. എനിക്ക് എപ്പോഴും ആദ്യമായിട്ട് പിരികെ ഇടുമ്പോൾ കായ്ക്കായി പോകും. നമ്മുടെ പിരികം ഇച്ചിരി കൂടി ഇടണു എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മളെ പിരികവും എഴുതി കഴിഞ്ഞു. അടുത്തത് ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് ഐലൈനർ എഴുതാൻ പോവാണ്. ഇത്രയും മതി. കൊള്ളാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഓ, കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ അടുത്ത കോളായി പറഞ്ഞു വന്നത്. അടുത്ത സെപ്റ്റംബർ വീക്കോട്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങും കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ 2 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു 4 സബ്സ്ക്രൈബർ കയറിയ ഒരു 1 മില്യൺ അടിച്ചാൽ ഈ ഞങ്ങളുടെ എൻ്റെ സബ്സ്ക്രൈബർക്കൊക്കെ ഞാനൊരു ഗിഫ്റ്റ് ഒഴിപ്പിച്ച് തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. മാക്സിമം ഒരു 10 പേര്. പിന്നെ വീണ്ടും 2 മില്യൺ ആകുമ്പോൾ ഈ 1 മില്യൺ ആകുമ്പോൾ എടുത്ത ആൾക്കാരല്ലാണ്ട് 2 മില്യൺ ആകുമ്പോൾ വേറെ ആൾക്കാർക്ക് ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പം ഒരു 1 മില്യൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഗിഫ്റ്റ് തരാം. അടുത്ത കണ്ണ് എഴുതിട്ട് എനിക്ക് നേരത്തെ തെറ്റിയത് കാരണം ഈ മുടി ഐലൈനറിലോട്ട് ഇരിക്കും. ഓ, ഭാഗ്യം. അയ്യോ, ഞാൻ കണ്ണടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റൊരു മിനിറ്റ് ഇട്ടാ, 1 മിനിറ്റ്. അമ്മയ്ക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കണം. ഞാൻ കഴിഞ്ഞൊരു മിനിറ്റ് ഇട്ടാ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പോർഷനിലോട്ട് പോവാം. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐ ഷാഡോ ആണ്. ഐ ഷാഡോക്ക് ബ്രഷ് എടുത്തിട്ടുണ്ട്, ഇതെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു കളർ ഇടാം. ഇത് 2 ബ്ലഷ് ആണ് കേട്ടോ. ഇതിൽ 2 ഏതെങ്കിലും കളർ പറയാം. ഇതിൽ 2 ഞാൻ എപ്പോഴും ഇടാറ് ഈ കളറാണ്. നമുക്ക് ഈ കളർ എടുക്കാം. ആ കളറ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ലൈറ്റായിട്ടാണ് ഇടാറ് കേട്ടോ. ഓക്കെ, ഉണ്ടോ ഈ ഷെയ്ഡ് അടിപൊളിയല്ലേ? നോക്കി. ആദ്യം ഞാൻ റെഡ് ഫാനായിരുന്നു. ഇപ്പോൾ റെഡിൻ്റെയൊക്കെ കളർ ഫാനാണ് ഞാൻ. പക്ഷേ പെണ്ണില്ല,
ഇതിൽ റെഡ് കളറില്ല. റെഡ് കളറ് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ പിങ്ക്, ഈ കളർ പിങ്കാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളർ ഫാൻസ്, റെഡ് കളറില്ലേ ആ ഫാൻസ് കമൻ്റ് ഇടുക. ഒരു റെഡ് ഹാർട്ട് കമൻ്റ് ഇടുക. പിങ്ക് കളർ ഫാൻസ് ഒരു പിങ്ക് ഹാർട്ട് കമൻ്റ് ഇടുക. എനിക്ക് റെഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഒരു ഹാർട്ട്സ് കമൻ്റ് ഇടാം ഞാൻ. പിന്നെ പിങ്ക് ഉള്ളവർക്ക് ഞാൻ 1 മില്യൺ അടിച്ച് ചെയ്യുമ്പോൾ തരാം. റെഡ് ഹാർട്ട് ഇടുന്നവർക്ക് 1 മില്യൺ അടിക്കുമ്പോൾ ചോക്ലേറ്റ്സ് തരാം. ചോക്ലേറ്റ്സും പിന്നെ ഇച്ചിരി ഗ്ലോനെസ്സൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ്സ് അത്രയും. പിന്നെ പിങ്ക് തരുന്നവർക്ക് ഞാൻ എന്ത് തരും? എന്തെങ്കിലും നിങ്ങൾ പറയണത് വാങ്ങും. അപ്പോൾ വേഗം തന്നെ റെഡ് ഹാർട്ടോ പിങ്ക് ഹാർട്ടോ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ വരുന്നത് ബ്ലഷും ഞാൻ ആ കളർ തന്നെ ഇടുകയുള്ളൂ. ബ്ലഷിൽ ആ കളർ ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ? അപ്പം അടുത്ത സൈഡൊന്നും ഇടാം. അപ്പം അടുത്ത സൈഡ് ഇട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, പൊട്ടിടാം. ഓക്കെ, പൊട്ടിട്ടിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്ക്. അടുത്ത ലിപ്സ്റ്റിക്കിലോട്ട് പോകാം. ഞാൻ ബ്രഷ് വെച്ച് ഇടാറ് ലിപ്സ്റ്റിക്ക്. ഈ ഒരു ബ്രഷ് വെച്ച് എപ്പോഴും ഞാൻ എങ്ങനെ ചെയ്യാറ്. ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഈ കളർ ഷെയ്ഡാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ലൈറ്റ് പിങ്ക് ആണോ വയലറ്റ് ആണോ ഏത് കളറ്? ബ്ലഷ് പിങ്ക് ആണോ റെഡ് കളറാണോ ഇഷ്ടം എങ്കിൽ പറയാം. പിങ്ക് ആണെങ്കിൽ ലൈറ്റ് പിങ്ക് ആണെങ്കിൽ ലൈറ്റ് പിങ്ക് എന്ന് ഇടാം. വയലറ്റ് ആണെങ്കിൽ വയലറ്റ് എന്ന് ഇടാം. ഇതാണെങ്കിൽ ബ്ലഷ് പിങ്ക് എന്ന് ഇടാം. ഇത് റെഡ് എന്ന് ഇടാം. എനിക്ക് എപ്പോഴും റെഡ് ഇഷ്ടം. ഞാൻ ഇടാറുള്ളത് റെഡ് തന്നെ ഇടാറ് കേട്ടാ. ഇത് മതിയെന്ന് തോന്നണു. അപ്പം നമ്മൾ ഫൈനൽ ലുക്ക് കാണാൻ വേണം. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ പോയിട്ട് ഡാൻസ് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഡാൻസിനാണ് പണി. അപ്പം ഞാൻ പോയിട്ട് ഡാൻസ് ഡ്രസ്സ് ഇട്ട് വരാം. പിന്നെ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഹെയറിൽ ഗൈസ് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് അടുത്തത് നമ്മൾ ഒരു വള ഇടാൻ പോവാണ്. ഈ കറുപ്പാണ്. പിന്നെ അപ്പുറത്തെ കയ്യിൽ വള ഇടണില്ല, രാഖിയുള്ളതാണ്. പിന്നെ അടുത്തത് ഒരു മാല, പച്ചമാല ഇട്ട് കൊടുക്കാൻ പോവാണ്. പച്ചമാലയുടെ ഈ മുത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഓർബിസും കണ്ട് എങ്ങനെ നിറച്ചിട്ടുണ്ട്. എന്തൊരു സാധനം എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു കേട്ടോ. കാണിച്ചു തരാം. ഇതാ കണ്ടോ, നല്ല തിളക്കില്ലേ?
അതാണ്. അടുത്ത് നമുക്ക് മുടി അല്ലെങ്കിൽ തന്നെ ചടിയാണ്. എൻ്റെ ചീപ്പിൽ ഞാൻ മുടി വീഴാതെ നോക്കും. പക്ഷേ എൻ്റെ അമ്മയുടെ മുടിയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അടുത്തത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോഴത്തെ മുടിയൊക്കെ ഇങ്ങനെ ഉണ്ടെന്നിട്ട് ഇത് മിക്കവാറും നിങ്ങളൊക്കെ ചെയ്യാറുള്ളതായിരിക്കും അല്ലേ? എനിക്ക് നല്ല വേദി കിട്ടും. എന്നിട്ട് ഞാൻ പതിയെ ഇങ്ങനെ വിളിച്ചു. പിന്നെ ചേട്ടൻ പറഞ്ഞു തന്നെ വരുമ്പോൾ ചാടി പിടിക്കും. അതേ മുടിയുടെ കുഴപ്പം. ഒരു തല ഇവിടെ ചാടി പിടിക്കും. നോ പ്രോബ്ലം. ഓക്കെ. അടുത്തത് ഈ സൈഡിൽ ഒന്നുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ എന്നും എടുക്കാറുള്ള ഹെയർ സ്റ്റൈല് ഇട്ടിട്ടാ ഈ ക്ലിപ്പ് എടുക്കും. ഇച്ചിരി മുടി നല്ല വീതിക്കുള്ള ക്ലിപ്പാണ് കേട്ടത്. എന്താ നല്ല വീതിക്കുള്ള ക്ലിപ്പ് ആയതുകൊണ്ട് കുറേ മുടി അങ്ങോട്ട് എടുക്കും. ഇത്രയും ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും. ആ രണ്ട് മുടിയും കൂടി എന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കും. എന്നിട്ട് ഈ ഒരു ക്ലിപ്പില്ലേ അത് ആ രണ്ട് മുടിയും കൂടി അങ്ങോട്ട് ക്ലിപ്പ് ചെയ്യും. ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അടുത്തത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഒരു ലൗഡ്സിൻ്റെ ഒരു സ്ലൈഡ് നമ്മളിത് ഈ ഒരു സൈഡ് അങ്ങോട്ട് ചീവിയിട്ട് ഇവിടെ തന്നെ ഒന്ന് കുത്താം. ഷാളേക്ക് കുത്തറിഞ്ഞൂടെ അമ്മേനെ വിളിക്കാം. അമ്മ കുത്തിത്തരുമോ? പോരുട്ടോ, പോരും. ഷാളെനിക്ക് അത്ര കുത്തറിഞ്ഞൂടാ. നന്നായിട്ട് ഉടുക്കാറിയാട്ടൊക്കെ സാരി മുതലൊക്കെ. അയ്യോ, എനിക്ക് പിന്നുതണം. ലൂസാണ്. അടുത്തത് ഇങ്ങനെ ചുറ്റി 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 വരാൻ. അത് എല്ലാവർക്കും അറിയാമല്ലേ? ഇങ്ങനെ കേക്ക് കേക്ക് വെച്ച് അത്രയും കൊണ്ടുവേണ്ട, ഇത്രയും ഏകദേശം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇവിടെ ഇച്ചിരി പൊങ്ങിയിട്ടില്ലേ സാരി? അപ്പൊ കറക്റ്റ്. അയ്യോ, ഓക്കെ, മതി. ഓക്കെ, അടുത്തത് ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം ഇങ്ങനെ ഇറക്കിയിടും. മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇറക്കിയിടും, അടിയിൽ നിന്നും ഇങ്ങനെ ഇറക്കിയിടും. ഈ ഒരു ഭാഗം ഇങ്ങനെ ഇറക്കിയിടും. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇനിയൊരു വീഡിയോ വരും. ബൈ.